ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ വീഡിയോകളൊക്കെ ചെയ്തിട്ട് യൂബറെക്കുറിച്ചുള്ള വീഡിയോകൾ തൽക്കാലമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ യൂബറെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേഷൻ വരുമ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ആളുകൾ ഞാൻ ജോബ് വേക്കൻസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്തെന്ന് വിചാരിച്ചിട്ട് പലരും എന്നെക്കൊണ്ട് ജോലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ജോലി വാങ്ങിച്ച് തരാനൊന്നും എന്നെക്കൊണ്ട് പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ വെറുതെ നിങ്ങളെ മോഹിപ്പിച്ചിട്ട് എൻ്റെ ചാനലിൽ റീച്ച് കൂട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ സത്യത്തിൽ യൂബറെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യാത്തത്. അപ്പോൾ അതാണ് നിങ്ങൾ ചോദിക്കുന്നതിനുള്ളൊരു മറുപടി. അപ്പോൾ പകരം ഞാനിപ്പോൾ ബഹ്റിനിൽ വരുന്ന ആളുകൾക്ക് നല്ല സ്ഥലവും ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പം ഞാനുള്ളത് ബഹ്റിനിലെ ഇന്ത്യൻ ക്ലബിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു സദേൺ സ്പൈസി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ മലയാളി ആയിട്ടുള്ള എനിക്ക് തമിഴ്നാട് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ പാലക്കാട്ടുകാരനായതുകൊണ്ട് തന്നെ പാലക്കാട് അധികം കിട്ടുന്നത് ഈ തമിഴ്നാട് ബിരിയാണിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബിരിയാണി തിരഞ്ഞുള്ള ഒരു യാത്രയിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ സദേൺ സ്പൈസിയിലാണ്. അപ്പോൾ ഇവിടെ ഫുഡും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കാം. ഇതാണ് ഇവിടെ മെനു വരുന്നത് കേട്ടോ. ഡെലിവറി ഫ്രീ ആയിരിക്കാം, ഫ്രീ ഡെലിവറിക്ക് വേറെ ഇല്ലെങ്കിൽ വേണം. ഇവർ ബഹ്റൈനിൽ ഒരുവിധ സ്ഥലത്തൊക്കെ ഫ്രീ ഡെലിവറി ഉണ്ട്. പിന്നെ വലിയ വലിയ ഓർഡറൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ജസ്റ്റ് മെനു വരുന്നത് കേട്ടോ. മെനു എനിക്ക് ഡിസ്പ്ലേയിൽ കൊടുക്കാൻ പറ്റിയ ഞാൻ കൊടുക്കാം. കുറേ മെനു ഉള്ളത് കൊണ്ട് സമയമെടുക്കും. ചേർന്നാ ടാക്സ് എന്നാ. ഇതാട്ടോ ഷോപ്പിൻ്റെ ഉൾഭാഗം. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീന്, നല്ല അടിപൊളി ഇന്ത്യയിൽ കുഷ്യൻ സോഫ. ഇവിടെ നമുക്ക് ഇതൊക്കെ കഴിക്കാം. പിന്നെ ഫാമിലി ഉള്ളിലായിട്ടിരുന്ന് കഴിക്കാൻ പറ്റും. പാർട്ടി നടത്തണമെങ്കിൽ ചെറിയൊരു പാർട്ടി ഹാള്, നല്ല വൃത്തിയുള്ള വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ പക്കാ സെറ്റ്. ഞാനൊരു പാലക്കാട്ടുകാരനായതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്ക് സത്യത്തിൽ കേരള ബിരിയാണിയേക്കാളും കൂടുതൽ ഇഷ്ടം ഈ തമിഴ്നാട് ബിരിയാണി കേട്ടോ. പാലക്കാട് ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനായിട്ട് കുറേ ബിരിയാണി ഹബ്ബുകൾ കിട്ടും. അപ്പോൾ അതിനൊക്കെ പാലക്കാട് പേര് വിളിക്കുന്നത് റാവുത്തർ ബിരിയാണി എന്നാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ റാവുത്തർ ബിരിയാണി അല്ല, തമിഴ്നാട് ബിരിയാണിയാണ്. അപ്പോൾ പാലക്കാട് റാവുത്തന്മാർ കൂടുതലുള്ളതുകൊണ്ടും ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ അവർ കുറച്ച് എക്സ്പെർട്ടായതുകൊണ്ട് മാത്രമാണ് റാവുത്തർ ബിരിയാണി എന്ന് പാലക്കാട് ഇതിനെ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബഹ്റൈനിൽ ഒരു തമിഴ്നാട് ബിരിയാണി കഴിക്കാനായിട്ട് വന്ന കേട്ടോ. അപ്പോൾ കടയുടെ പേര് സൗത്തർ എന്നാണ്. പിന്നെ എന്താ പറയുക, ഇത് ഗുദേബിയ ഇന്ത്യൻ ക്ലബിൻ്റെ അടുത്താട്ടോ. നല്ല അടിപൊളി ഇന്ത്യയിലാണ് ഈ കടയിൽ. ഇപ്പോൾ സമയം ഒരു 12:30 ആയതുകൊണ്ട് വലിയ സ്പെഷ്യലൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്യാം. തമിഴ് വാല ചലേगा സപ്ലയർ ഇതാണ് തമിഴ്നാട്ടുകാരുടെ സ്പെഷ്യൽ ദം ബിരിയാണി കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊരു കറി. നാട്ടിൽ നമുക്ക് ഡാൽസ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ഇതല്ല, ഇത് ചിക്കൻ്റെ ഒരു കുറുമയാണ്. പിന്നെ കുഞ്ഞ് സാലഡ്. ഫുഡ് കഴിച്ച ശേഷം നല്ല അടിപൊളി ഇതെന്നെ சொல்லுவாங்க ബ്രെഡ് ഹൽവ. നമ്മുടെ നാട്ടിൽ കേശരി എന്നൊക്കെ പറയില്ല, ആ സാധനം. ഇതിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്താട്ടോ, പുള്ളി ഫ്രം ശ്രീലങ്കയാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ട്രീറ്റ് കൂടെ കേട്ടോ. ഒന്ന് അവിടെ തന്നെ ആർക്കില്ല. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, സ്പെഷ്യൽ ക്വാണ്ടിറ്റി. ഒരു എഗ്ഗ്, നല്ല ദമ്മ് ബോയിൽ ചിക്കൻ. പല സ്ഥലങ്ങളിലും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ വേറെ ബിരിയാണി വേറെ ആയിരിക്കും. ഇത് അവരുടെ ദമ്മ് തന്നെ കേട്ടോ. കഴിച്ചോട്ടെ. നല്ല അടിപൊളി ജ്യൂസി ആയിട്ട് വെൽ മസാല. ഒരു പോർഷനിൽ 2 പീസ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ. ഈ ചിക്കൻ ഒരു 100-120 ഗ്രാം വരും. ഒരു എഗ്ഗ്, അതാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രേവി കുറച്ച് കൊടുക്കാം. അത് ടിഷ്യൂ കഴിഞ്ഞ് ഗ്രേവിയും ബിസ്ക്കറ്റ് പോലുള്ള ചിക്കൻ്റെ പീസും പിടിച്ചിട്ട് റെഡി. വാർക്കില്ല. ഈ ബിരിയാണിക്ക് കറിയുടെ ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം മസാല ബിരിയാണി തന്നെ ഉള്ളതുകൊണ്ട് ഇതിൽ മസാലയും ഈ എഗ്ഗും പിടിച്ചിട്ട് ഒരടി. എക്സ്ട്രാ റൈസ് കൊടുக்குறாங்களா? அந்த குவான்டிட்டி கொஞ்சம் காமிங்க. அப்படியே ஃபுட்டை காமிங்க. സെയിം ഫുഡ് തന്നെ എക്സ്ട്രാ ക്വാണ്ടിറ്റി കിട്ടുട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ അധികം കഴിക്കുന്നില്ല.
ബിരിയാണി കഴിച്ച ശേഷം ചെറിയൊരു മധുരം പിടിച്ച അവിടെ ஸ்வீட்ஸ் இல்லை நல்லா இருக்குது சுகர் இல்லை ஆமாம் சுகர் போட மாட்டேன் கம்மியாக இருக்குது